ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചക്കപ്പായസം ഉണ്ടാക്കി നോക്കിയാലോ. അതിന് ഞാനിവിടെ എടുത്തത് ചക്ക വരട്ടിയതാണ്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാൽ. ഇത് 1-ാം പാലാണേ. പിന്നെ ഇത് 2-ാം പാൽ. പിന്നെ വേണ്ടത് 2 അണി ശർക്കര. പിന്നെ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചത്, മുന്തിരി, അണ്ടിപ്പരിപ്പ്. എന്നാൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, അതിൽ 2-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് 2 അണി ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര നിങ്ങൾക്ക് മധുരം അനുസരിച്ച് ഇടാം കേട്ടോ. ശർക്കര നന്നായി അലിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ചക്ക വരട്ടിയത് ഇട്ട് കൊടുക്കാം. ചക്ക വരട്ടിയതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ചക്ക വരട്ടിയത് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലിൽ ചക്ക വരട്ടിയത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അണ്ടിയും മുന്തിരിയും വറുത്തിടാം. ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിലും വറവിടാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റി പായസമാണ്. പിന്നെ എൻ്റെ മക്കളെ 2 ഫ്രണ്ട്സ് വന്നിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും ഞാൻ പായസം കുടിക്കാൻ കൊടുത്തു. മക്കൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി പായസം. എൻ്റെ ചെറിയ മോള് പായസം സൂപ്പറാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.